ഹലോ, ഡിസംബർ മാസമൊക്കെ അല്ലേ? എന്നാൽ പിന്നെ നമുക്ക് തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം ഹിൽ സ്റ്റേഷനായ പൊന്മുടി വരെ ഒന്ന് പോയിട്ട് വന്നാലോ? ഞാനും ചേട്ടനും മാളി ചേച്ചി അനുചേട്ടനുമായിട്ട് പോവുകയാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഞങ്ങൾ വണ്ടി നിർത്തിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും നേരെ പൊന്മുടിയിലേക്ക് പോവുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് പൊന്മുടിയിലേക്ക് പോകുന്നത്. തിരുവനന്തപുരത്തുകാരിയായിട്ടും ഇന്നേ വരെ സ്റ്റേറ്റസിലൂടെയും വ്ളോഗ്സിലൂടെയും അല്ലാണ്ട് എനിക്ക് പൊന്മുടി കാണാനും പറ്റിയിട്ടില്ല, ഇന്ന് വരെ പോകാനും പറ്റിയിട്ടില്ല. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ട്രിപ്പാണ്. വിനുവേട്ടനും മാളി ചേച്ചി അനുചേട്ടനും ഒക്കെ ഓൾറെഡി പോയിട്ടുണ്ട്. അപ്പോൾ അവരെക്കാളും അത്രയ്ക്ക് എക്സൈറ്റ്മെൻറ്റിലൂടെയാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടത് ചോദിക്കുവാണ്, പൊന്മുടി എത്തിയോ, ഇനി എത്ര ദൂരമുണ്ട് എന്നെല്ലാം ചോദിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് എൻട്രൻസ് കണ്ടപ്പോൾ തന്നെ എത്തിയോ നമുക്ക് ഇറങ്ങാറായോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഇല്ല ഇനിയുണ്ട്, ഹെയർ പിന്നുണ്ട്, ഏകദേശം 22 ഹെയർ പിന്നുണ്ട്, അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് പോകുന്നത്, നീ അടങ്ങിയിരിക്കും, നമ്മൾ അങ്ങോട്ടല്ലേ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് പോവുകയാണ്. അറ്റ് ലാസ്റ്റ് ഞങ്ങൾ പൊന്മുടി എത്തി. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങളെല്ലാം ഒന്ന് ചുറ്റി നടന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. ഞാൻ വിചാരിച്ചിരുന്നത് നല്ല കോടയും മഞ്ഞും ഒക്കെ നിറഞ്ഞായിരിക്കും നിൽക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഡിസംബർ മാസം തന്നെ വന്നത്. പക്ഷെ എന്തോ പറയാനായിരുന്നു, ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല എന്നൊരു അവസ്ഥയായിരുന്നു. സൂര്യ ഉച്ചന്തലയിൽ വന്നിരുന്നു, നല്ല വെയിലായിരുന്നു ഫുള്ള്. പക്ഷേ എനിക്ക് വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് സത്യം പറയാമല്ലോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ അവിടെ ഈ പച്ചപ്പും ഹരിതാപും കുന്നും മലയൊക്കെ കണ്ടപ്പോൾ പിന്നെ ഫോട്ടോ എടുക്കാതെ വരണം മോശമല്ലേ. പിന്നെ ഞങ്ങൾ അവിടെ പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തു, പിന്നെ കുറേ വീഡിയോസ് എടുത്തു. അതിനുശേഷം ഞങ്ങൾ പിന്നെ അവിടെ എല്ലാം ചുറ്റി നടന്ന് കാണുമായിരുന്നു, ഓരോ സ്ഥലമായിട്ട് ചുറ്റി നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഏകദേശം ഒരു 1:30 മണി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. കോട കണ്ടിട്ട് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. അപ്പം 3-3:30 കഴിഞ്ഞിട്ടേ അത് വന്ന് തുടങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞു. മാത്രമല്ല 4 മണി വരെ വിസിറ്റിംഗ് ടൈമും ഉള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വരുന്ന വഴിക്ക് കണ്ടതായി ഈ കുരങ്ങൻ മരയൊക്കെ. അപ്പോൾ കുഞ്ഞും വലുതും എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് വരുമ്പോൾ നമുക്ക് ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് ചേട്ടൻ പോയത്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ ബിസ്ക്കറ്റും കടലേക്ക് വാങ്ങിച്ചിട്ട് വന്നു. അങ്ങനെ ചേട്ടൻ ആദ്യം കൊടുത്തു. എനിക്ക് നല്ല പേടിയായിരുന്നു. അങ്ങനെ ചേട്ടൻ ആദ്യം കൊടുത്തു, അതിനുശേഷം ഞാൻ കൊടുത്തത്. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. ഈ കുട്ടിക്കൊരങ്ങനെ കണ്ടായിരുന്നു. ഇത് ചേച്ചിയുടെ കയ്യിൽ നിന്ന് ലേസും തട്ടിപ്പറിച്ച് കൊണ്ടുവച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു. അവിടെ പോയി ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഞാനും ചേച്ചിയും ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. വിനുചേട്ടനും അനുചേട്ടനും കൂടിയായിട്ട് ബീഫും കപ്പയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ പോയത് അതിനുശേഷം ഞങ്ങൾ പോയത് മീൻമുട്ടി വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ വന്ന് ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം അപ്പോഴാണ് അനുചേട്ടൻ പറഞ്ഞത് ആദ്യം എന്താണ് വണ്ടി നമുക്ക് പുറത്തേ വയ്ക്കാൻ പറ്റുള്ളായിരുന്നു, ഇപ്പോൾ അകത്തോട്ടൊക്കെ വയ്ക്കാം കേട്ടോ, അതിന് അത്യാവശ്യം സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ അകത്തോട്ട് പോയി. അവിടെ പോയി വണ്ടിയൊക്കെ വെച്ചിട്ട് വന്നപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്നു കുറച്ച് കുരങ്ങന്മാർ. അപ്പോൾ അവരവിടെ കിടന്ന് കാണിക്കുന്ന ബഹളമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ വാട്ടർഫോൾസ് കയറാം. അപ്പോൾ അതിൻ്റെ അകത്തൂടെയാണ് പോകുന്നത്. ഏകദേശം 1 കിലോമീറ്ററോളം നടക്കണം. അത്യാവശ്യം നല്ല സ്പോട്ടൊക്കെ കേട്ടോ, ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടും കുഞ്ഞു വഴികളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഞങ്ങൾ പോവുകയാണ് ഓരോരുത്തരായിട്ട്. അപ്പോൾ പോയി നേരെ നടക്കാൻ അത്യാവശ്യം ഉള്ളായിരുന്നുകൊണ്ട് കാലൊക്കെ അത്യാവശ്യം വേദനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നല്ല രസമായിരുന്നു. നമ്മൾ ഈ ആദ്യമായിട്ട് കാണുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ്. ഇവിടെ അനുചേട്ടൻ മാത്രമേ വന്നിട്ടുള്ളൂ. ഞാനും വിനുവേട്ടനും മാളി ചേച്ചി ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് 3 പേർക്കും ഉണ്ടായിരുന്നു. അപ്പം പെട്ടെന്നൊന്നും പോയില്ല, അത്യാവശ്യം ടൈം എടുത്തു കേട്ടോ അങ്ങോട്ട് പോയി. പിന്നെ തിരിച്ചു വരാൻ വലിയ പാടൊന്നുമില്ലായിരുന്നു. പോയി വെള്ളച്ചാട്ടമൊക്കെ കണ്ടു. പിന്നെ അവിടെ വെള്ളച്ചാട്ടത്തിൽ ആളെ ഇറക്കത്തില്ല, അവിടെ നമുക്ക് കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ. അവിടെ മീനൊക്കെ വളർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സെക്യൂരിറ്റി ഞങ്ങളൊക്കെ പറയുവാണ്, നിങ്ങളെ കയ്യിൽ ഫുഡ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മീനൊന്ന് കഴിക്കുമെന്നൊക്കെ പറയുകയാണ്. വെള്ളച്ചാട്ടത്തിൽ ഇറക്കാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ ആ ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോയിൻ്റ് ഉണ്ടായിരുന്നല്ലോ, അങ്ങോട്ടേക്ക് വന്നു. അവിടെയായിരുന്നു എല്ലാവരും വെള്ളത്തിൽ ഇറക്കുന്നതും പിന്നെ അവിടെ നിന്ന് കുളിക്കുന്നതും ഒക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ വെള്ളം കണ്ടപ്പോഴേക്കും പിന്നെ എല്ലാവരും വെള്ളത്തിലോട്ട് ചാടി. അപ്പോൾ എൻ്റെ ചേട്ടൻ പിന്നെ വെള്ളത്തിൽ കിടന്ന് കുളിക്കുകയും മറിയുകയൊക്കെ ആയിരുന്നു. അനുചേട്ടൻ ഇറങ്ങിയില്ല. ഞാനും മാളി ചേച്ചിയും പിന്നെ വെള്ളത്തിൽ കല്ലൊക്കെ എടുത്ത് എറിയുകയും അവിടെ കിടന്ന് ബഹളം കാണിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ അവിടെ നിന്ന് കയറി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട്. അടുത്തിന് പൊന്മുടിയിലോട്ട് പോകുന്നവർ ആദ്യം മീൻമുട്ടി കല്ലാറ് വന്നിട്ട് എല്ലാം അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നേരെ പൊന്മുടിയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അതാകുമ്പം കോട വരുന്ന ടൈമും ആയിരിക്കും, നിങ്ങൾ പോകുന്നത് എക്സാക്റ്റ് ടൈമും ആയിരിക്കും. മാത്രമല്ല അത്യാവശ്യം വെയിലും കാര്യങ്ങളൊന്നും കൊള്ളാതെ
എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്തൊക്കെ ചെയ്തിട്ട് വരാമെന്ന് തോന്നുന്നു. അവിടുത്തെ അങ്കിളും അങ്ങനെയാണ് പറഞ്ഞത്, സാധാരണ എല്ലാവരും ഇവിടെ വന്നതിന് ശേഷം അങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ പൊന്മുടി വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ചാനലിൻ്റെ വിജയം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.